season that is fall season? Yeah, in the fall. സാൽമൺ ഇവിടുന്ന് കാണാം. ഈ ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഓവൻ സൗണ്ടിൽ ഫിൽ ഡാമിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം. Right, Shimli? Smelling is what? Yeah. Hi guys, today we're going to do the salmon fish. സോ ഈ ലൊക്കേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഫോൾ സീസണിൻ്റെ ഒരു സ്റ്റാർട്ടായ കാരണം നല്ല രസമാണ് കേട്ടോ കാണാൻ. No, that is car park. Okay, നമുക്ക് താഴത്തേക്ക് പോയി നോക്കാം. ഇതൊരു ചെറിയ ഡാമാണ്. നമുക്ക് സാൽമണെ കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാണ് വരുന്നത്. Right, we want to see salmon. Yeah. Salmon run, yes? Let's see. If we are lucky, we will find them. This is the time for them, actually. Yeah, Shimli, what do you want to say? What? Watch out. Watch out. Just watch out. Yeah. So today we're going to do salmon. It's like a kind of fish that flies from her. Okay. Season that is fall season. Yeah, in the fall season. Yeah, this time they are always coming back home. ഗൈസ്, ഒത്തിരി ആൾക്കാർ ഇവിടെ വണ്ടിയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. The fish, they are waiting to get the fish. Yeah. Eager. പരുന്തൊക്കെ മേളിൽ വട്ടായിട്ട് പെറുക്കുന്നുണ്ട്. അപ്പോൾ മീനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോയി നോക്കാം. Salmon there. Yeah, salmon there. Let's go. നമുക്ക് സാൽമൺ എവിടുന്ന് കാണാം. ഈ സാൽമൺ ഇഷ്ടം പോലെ. Yeah, a lot, maybe a lot. Maybe a lot. Deep. Okay, deep, yeah. ഗൈസ്, അപ്പോൾ ഇതിലേക്കാണ് സാൽമൺ മേളിലേക്ക് പോകണത് കേട്ടോ. They jump here. Okay. So they need to reach this side. അപ്പോൾ ഇതാണ് ഡാം ഗൈസ്. അപ്പോൾ ഈ സാൽമൺ മേളിലേക്കാണ് വരുന്നത്. From this side, yeah. Oh, jump! He jumped the fish. പക്ഷെ നമ്മൾ താഴത്തേക്ക് പോവാണ് കേട്ടോ. സാൽമണിനെ കുറച്ച് അടുത്ത് കാണാം. വി വാണ്ട് ടു സീ ദം നിയർ, നോ? ഷോംലി, ടേക്ക് കെയർ. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. സാൽമണിനെ നോക്കാനൊക്കെ ആയിട്ട് കളിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ ഒത്തിരി ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്താണ് വന്നിട്ടോ. നമ്മൾ വന്നപ്പോൾ സാൽമൺ ഒത്തിരി ഇവിടെ കാണാനുണ്ട്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത്ര ക്ലിയർ അല്ല കേട്ടോ. എല്ലാം വലിയ സാൽമണാണ്. നദി നിറച്ച് സാൽമണാന്ന് പറയാം കേട്ടോ. പിന്നെ അപ്പോൾ സാൽമൺ റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാൽമൺ എമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വർഷവും സാൽമൺ മുട്ടയിടാനായിട്ട് സമുദ്രത്തിൽ നിന്ന് നദിയിലേക്ക് വരണം. നദിയിൽ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചരലിൻ്റെ ഇടയ്ക്ക് അവർ മുട്ടയിട്ട്, അപ്പം മുട്ടയിട്ടതിന് ശേഷം സാൽമൺ ചത്തു പോവുകയാണ് ചെയ്യാൻ കേട്ടോ. അതിന് ശേഷം കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അത് വലുതായി അവർ പിന്നെ സമുദ്രത്തിലേക്ക് പോണ ഒരു പ്രോസസ്സാണ് ഈ സാൽമൺ റൺ അല്ലെങ്കിൽ സാൽമൺ എമിഗ്രേഷൻ എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ നടക്കുന്നത് ഒരു ഇപ്പോൾ നമ്മളൊരു മാസം എന്നൊക്കെ പറയുവാണെങ്കിൽ ഒരു സെപ്റ്റംബർ തൊട്ട് നവംബർ ആ മാസങ്ങളിലാണ് സാൽമൺ റണ്ണ്. പിന്നെ നമ്മുടെ ഓവൻ സൗണ്ട് അല്ലെങ്കിൽ ഒണ്ടാരിയോ ആണ് മെയിൻ ഒരു വൺ ഓഫ് ദ സ്പോട്ടും കൂടെയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഈ സ്ഥലം നല്ല അടിപൊളി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരു വില്ലേജാണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. പ്രത്യേകിച്ച് മരങ്ങളും അല്ലെങ്കിൽ കാടുകളും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ നദിയും വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നല്ലൊരു കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഒരു ജോഡി സാൽമൺ ആണ് കേട്ടോ. അത് നമുക്ക് തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റും കേട്ടോ.
നല്ല ക്ലിയർ ആയിട്ട്, അധികം ആഴമൊന്നുമില്ല, കുറച്ച് വെള്ളമുള്ളൂ. പിന്നെ അതിൻ്റെ അടുത്ത് സാൽമൺ ചത്ത് കിടക്കണതും കാണാൻ പറ്റി കേട്ടോ. എല്ലാം വലിയ സാൽമണാണ് കേട്ടോ. പിന്നെ ഈ ഡാമിൻ്റെ താഴിൽ വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് മേളിലേക്ക് ചാടാൻ വേണ്ടിയാണ് ഇവരൊക്കെ ഈ കാണിക്കണത് ഇവിടെ കിടന്ന് കേട്ടോ. പിന്നെ സാൽമണിൻ്റെ കാര്യത്തിൽ ഏറ്റവും അവിശ്വസനീയമായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെവിടെ മുട്ട വിരിഞ്ഞ് പുറത്തു വരണോ, ഏത് നദിയിലാണോ ആ നദിയിൽ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു മുട്ട വിരിഞ്ഞ് അവർ ചെറിയ പ്രായമെല്ലാം നദിയിലാണ്. നദിയിൽ നിന്ന് അവർ പിന്നെ പ്രായപൂർത്തിയാവണ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നേരെ സമുദ്രത്തിലേക്ക് പോവും. പിന്നെ സമുദ്രത്തിൽ മുട്ടയിടാൻ സമയത്ത് തിരിച്ച് നദിയിലേക്ക് വരും. നദിയിലേക്ക് വരുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ആ നദി എവിടെയാണോ അവർ മുട്ട വിരിഞ്ഞിറങ്ങിയത് അവിടെ തന്നെ വന്നിട്ടാണ് അവരും പിന്നെ മുട്ടയിടാൻ വരുന്നത്. അതൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൊണ്ട് എടുത്തു പറയണം, കാരണം ഇവർ മുട്ടയിടുന്ന സമയമാകുമ്പോൾ സമുദ്രത്തിൽ നിന്ന് അതിലേക്ക് വരുമ്പോൾ ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാതെ ഈ മുട്ടയിടാനായിട്ട് മാത്രം വരണതാണ്. അപ്പോൾ ഏകദേശം 3000 കിലോമീറ്ററിന് മേളിൽ ട്രാവൽ ചെയ്തിട്ടാണ് ഇവർ വരണത്. അതുമാത്രമല്ല, നദിക്ക് ഓപ്പോസിറ്റാണ് ഇവർ നീന്തി വരണത്. അപ്പോൾ ഒഴുക്കിനെതിരെ നീന്താനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതുപോലെ തന്നെ 3 മീറ്ററിന് മേളിൽ ചാടാനുള്ള കഴിവും ഇവർക്കുണ്ട്. പിന്നെ മുട്ടയിടണ സമയമാകുമ്പോഴത്തേക്കും സാൽമൺ തിരിച്ച് നദിയിലേക്ക് വരണ സമയത്ത് ഇവർ ഭക്ഷണം കഴിക്കണില്ല. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടും പിന്നെ മുട്ടയിട്ടതിന് ശേഷം അപ്പം തന്നെ ഇവർ ചത്തുപോവാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ഈ ചത്തുപോയതിന് ശേഷം ഈ സാൽമണെല്ലാം ഇവിടെ കിടന്ന് മറ്റ് ജീവജാലങ്ങൾക്ക് ഭക്ഷണമാവുകയാണ് ചെയ്യണത്. ഇതാണ് നേച്ചർ ആക്ച്വലി. Look at that. So nice. Of course it is. It's so big actually. ബിഗ്. അപ്പോൾ ഗൈസ്, സമയം ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട്. പക്ഷേ നേച്ചർ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഈ ഫോൾ സീസണിൻ്റെ ഒരു മിഡ് സമയമായത് കാരണം ഇലയ്ക്ക് ഒരു ഏകദേശം പൊഴിയാൻ തുടങ്ങിയ ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ഫുള്ളി ഗ്രീനറിയാണ് ഇതിൻ്റെ സൈഡ് മൊത്തം, ഈ റിവറിൻ്റെ മൊത്തം ചുറ്റും ആയിട്ടുള്ളത് കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ കനേഡിയൻ താറാവുകളാണ് കേട്ടോ. കാട്ടുതാറാവ് എന്നൊക്കെ പറയാം. ഇവിടെ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഇവരും. There is an eagle, right? Oh, it's so big. It looks like chicken. It looks like chicken. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് കഴുകനെ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഈ മീൻ ചത്ത് കിടക്കുന്നത് കഴിക്കാനായിട്ട് ഇഷ്ടംപോലെ കഴുകനെ ഇവിടെ കാണാം കേട്ടോ. അവർ ഭയങ്കര വലുപ്പമുള്ള കഴുകന്മാരാണ് കേട്ടോ. പിന്നെ ഈ സമയത്ത് ഈ നദിയിൽ ഫിഷിങ് അലൗഡ് അല്ല കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ സാൽമൺ റൺ കണ്ടു. അപ്പോൾ നമുക്കൊരു അപൂർവ ഭാഗ്യം കിട്ടി. വി ആർ ലക്കി ടു സീ ദാറ്റ്, റൈറ്റ്? കാരണം കാനഡ ഒണ്ടാരിയോ ഓവൻ സൗണ്ട് ആണ് കറക്റ്റ് പ്ലേസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ വരാൻ പറ്റി. അപ്പോൾ ഇതെല്ലാമാണ് ഈ സാൽമണിനെ കുറിച്ചുള്ള വിശേഷം. ഒരു പ്രത്യേക ഫിഷ് തന്നെയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ ഈ നേച്ചർ കണ്ടില്ലേ, ഈ ഡാമിൻ്റെ പരിസരവും, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആക്ച്വലി. യുനോ, സാൽമണിൻ്റെ ആ കഥയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു സാഡാണ് നമ്മൾ. എനിവേ, ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. ബൈ. Comment, like and share, please. പ്ലീസ്.